ആ ബോംബ് പൊട്ടുമെന്ന വി ഡി സതീശന്റെ വെല്ലുവിളി, സതീശന്റെ കയ്യിലെ വജ്രായുധം എന്തെന്ന് കേരളം ഇതുവരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഒരാൾ കൂടി മത്സരിക്കുന്ന നിന്നും ഔട്ടായി കഴിഞ്ഞു. സന്ദീപ് വാര്യരും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുന്നറിയിപ്പ് നൽകിയ ആദ്യ ബോംബുകളിൽ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ബാക്കി ഇനി ഏതൊക്കെ പൊട്ടുമെന്ന് കണ്ടറിയണം. അത് വലിയ പൊട്ടലാകുമോ ചീറ്റലാകുമോ എന്നും കണ്ടറിയേണ്ടത്. ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാലക്കാട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലെ ബി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെതിരെയാണ് പീഡന പരാതി ഉയർന്നിരിക്കുന്നത്. പരാതിയുമായി ഒരു യുവതി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പാലക്കാട് സ്വദേശിയായ യുവതി. സന്ദീപ് വാര്യർ ബി ഉണ്ടായിരുന്നപ്പോൾ സന്ദീപിന്റെ കടുത്ത എതിരാളിയായിരുന്നു ഇതേ സി കൃഷ്ണകുമാർ. കൃഷ്ണകുമാറിനെ അന്ന് സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള തെറ്റിപ്പിരിവുകളാണ് സന്ദീപ് നേരെ കോൺഗ്രസിലേക്ക് വരാനുള്ള കാരണവും. അപ്പോൾ ബി നിന്നും ആ പീഡന പരാതി ചോർത്തിയെടുത്ത് നേരെ വി ഡി സതീശന്റെ പക്കലേക്ക് എത്തിച്ച് വാർത്ത പുറത്തുവിട്ടത് മറ്റാരും ആയിരിക്കാനും വഴിയില്ല. മാങ്കൂട്ടത്തിൽ MLA ആണ്. പക്ഷേ കൃഷ്ണകുമാർ ബി വെറുമൊരു വൈസ് പ്രസിഡന്റ് മാത്രമാണെന്ന് കൂടി ഓർക്കണം. പാലക്കാട് അടുത്ത തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിന് മത്സരിക്കാനാകില്ല എന്നത് മാത്രമേ ഉള്ളൂ. പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജി ചന്ദ്രശേഖരനാണ് ഈ യുവതി കൃഷ്ണകുമാറിനെതിരെ പരാതി നൽകിയതെന്ന് റിപ്പോർട്ട് വരുന്നു. ഇമെയിൽ വഴി പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം രാജി ചന്ദ്രശേഖർ യുവതിയെ തിരിച്ച് മറുപടി അറിയിച്ചിട്ടുമുണ്ട്. 2 ദിവസം മുമ്പ് പരാതി പരിശോധിക്കാമെന്ന് ചന്ദ്രശേഖരന്റെ ഓഫീസ് മറുപടി നൽകിയിട്ടുണ്ട്. അപ്പോഴാണ് വി ഡി സതീശന്റെ അടുത്ത വെല്ലുവിളി. BJPക്കാർ തന്റെ കന്റോൺമെന്റ് ഹൗസിലേക്ക് കാളയം കൊണ്ട് വന്നെങ്കിൽ അതേ കാളയെ താൻ രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് നടത്തിക്കുമെന്നായിരുന്നു വി ഡി സതീശന്റെ ആ വെല്ലുവിളി. 42 മണിക്കൂറിനകം ഒരു BJP നേതാവിനെതിരായ ആരോപണം പുറത്തുവിടുമെന്ന് സന്ദീപ് വാര്യരും ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന്റെ ഫലമാണ് ഇപ്പോൾ സി കൃഷ്ണകുമാറിനെതിരായ പീഡന പരാതി പുറത്തു വന്നത്. കൃഷ്ണകുമാറിനെതിരെ നേരത്തെ തന്നെ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ടായിരുന്ന യുവതി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. BJP RSS നേതാക്കൾക്ക് പരാതി നൽകിയെങ്കിലും അവരെല്ലാം അവഗണിച്ചു. പരാതിയുമായി ആദ്യം RSS നേതാവ് ഗോപാലൻകുട്ടി മനസ്സിലെ കണ്ടു, പിന്നെ വി മുരളീധരൻ, MT രമേശ്. പക്ഷെ ഒരു നടപടിയും ഉണ്ടായില്ല. നടപടി എടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ആരും എടുത്തില്ലത്രേ. CPM-നും BJPക്കുമെതിരെ കേരളം ഞെട്ടുന്ന ചില വെളിപ്പെടുത്തൽ വരാൻ പോകുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ആ വജ്രായുധം എടുത്ത് വീശിക്കൊണ്ട് വി ഡി സതീശൻ പറഞ്ഞത്. ഇതോടെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉദ്യോഗത്തിലായത്. സതീശന്റെ കയ്യിലെ ബോംബ് പൊട്ടുന്നത് തൊട്ടടുത്ത് തന്നെയായിരിക്കുമെന്ന് CPM-ഉം BJPയും ഒക്കെ അന്ന് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു പൊട്ടിക്കലായിരുന്നു വി ഡി സതീശനും കോൺഗ്രസ്സുകാരും ഉദ്ദേശിച്ചത്. ഏതാണ്ട് അത് തന്നെ നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്. ആ ഒരു MLAക്കുണ്ടായ ഇത്തരമൊരു കനത്ത ആരോപണ ആഘാതം സി കൃഷ്ണകുമാറിന്റെ മേൽ ഉണ്ടാകുമോ എന്നും കണ്ടിരിക്കേണ്ടിയിരിക്കുന്നു. തങ്ങൾക്കൊന്നിനെയും ഭയമില്ല എന്ന തരത്തിൽ സതീശന്റെ ഭീഷണിയോട് പക്ഷെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു. വരുന്നത് വരട്ടെ, തങ്ങൾ നേടാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെ വി ഡി സതീശന് വേണ്ടി സന്ദീപ് വാര്യർ ഇതാ ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നു. ഇനി പാലക്കാട് എന്തൊക്കെ നടക്കും, എന്തൊക്കെ കാണാൻ പാലക്കാട് സാക്ഷിയാകേണ്ടി വരുമെന്ന് കാത്തിരുന്ന് കാണും.